അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. 2 Chronicles chapter 20 verse 26. 4-ാം ദിവസം അവർ ബരാക്ക താഴ്വരയിൽ ഒന്നിച്ചു കൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ബരാക്ക താഴ്വര എന്ന പേർ പറഞ്ഞു വരുന്നു. വേദപുസ്തകത്തിൽ ധാരാളം താഴ്വരകളുണ്ട്. ആമേൻ. ഇവിടെ ഒരു താഴ്വരയെ കുറിച്ച് വാലി ഓഫ് ബരാക്ക, ആമേൻ, ബരാക്ക താഴ്വരയെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് നമുക്ക് വായിക്കുവാനിടയായത്. ശ്രദ്ധിക്കുക, 15 മിനിറ്റ് മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. വളരെ ശ്രദ്ധയോടെ ദൈവമക്കൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കണം. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് യഹൂദ രാജാവായിരുന്ന യഹോശാഫാത്ത് യഹൂദയിൽ രാജഭരണം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അമ്മോന്യർ, മോവാബ്യർ, സെയ്യർ പർവ്വതക്കാർ എന്നീ 3 കൂട്ടം ശത്രുക്കൾ ദൈവജനത്തിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി യുദ്ധത്തിനായി വന്നു. അവർ യുദ്ധത്തിന് കൂടി വന്നതായ സന്ദർഭത്തിൽ ആദ്യം ഒരു മനുഷ്യൻ എന്ന നിലയിൽ യഹോശാഫാത്ത് ഭയപ്പെട്ടു. നാം എല്ലാവരും നമുക്കെല്ലാവർക്കും സംഭവിക്കുന്നത് പോലെ പെട്ടെന്ന് ഒരു ദുരന്ത വാർത്ത, ഒരു ഭാരം, ഒരു ദുഃഖം, ഒരു റിപ്പോർട്ട് കയ്യിൽ വരുമ്പോൾ നാം എല്ലാവരും മനുഷ്യരെന്ന നിലയിൽ തകർന്നു പോകാറുണ്ട്. എന്നാൽ ഒരു ദൈവവേദന എന്ന നിലയിൽ അടുത്ത നിമിഷം നമ്മൾ ബലപ്പെടുന്നു. മനുഷ്യൻ എന്ന നിലയിൽ നാം ക്ഷീണിക്കുന്നു, ഒരു ദൈവവേദന എന്ന നിലയിൽ നാം ശക്തിപ്പെടുകയാണ്. യഹോശാഫാത്തും ഇതേ സെയിം സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത്. 3 ശത്രുക്കൾ ഒന്നിച്ചു കൂടി തനിക്കെതിരെ, തന്റെ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ ഭയപ്പെട്ടു. താൻ ദൈവമുഖത്തേക്ക് നോക്കി ദൈവകൃപ പ്രാപിച്ചു. പെട്ടെന്ന് അവൻ ഒരുവനിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചു. പ്രവചനാത്മാവിൽ ദൂത് പറഞ്ഞു. അവരൊരു തീരുമാനമെടുത്തു. യുദ്ധം കൊണ്ട്, മാനുഷികമാകുന്ന യുദ്ധം കൊണ്ട് ഈ ശത്രുവിനെ നമുക്ക് പരാജയപ്പെടുത്തണ്ട. നമ്മുടെ ആത്മീയ ആയുധം ഉപയോഗിച്ച് നമുക്ക് ഇവരെ പരാജയപ്പെടുത്താമെന്ന് പറഞ്ഞ് അവർ ആത്മീയമായ ആയുധം ഈ ശത്രുവിനെതിരെ പ്രയോഗിക്കാൻ തയ്യാറായി. അവർ എടുത്ത ആയുധം എന്ന് പറയുന്നത് പാടി ദൈവത്തെ ആരാധിക്കുകയാണ്. ഇവിടെ യഹൂദ ജനം നിൽക്കുന്നു, മറുഭാഗത്ത് മോവാബ്യർ, അമ്മോന്യർ, സെയ്യർ പർവ്വതക്കാർ കൂട്ടുകെട്ടുണ്ടാക്കി നിൽക്കുന്നു, യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്നു. യഹോശാഫാത്ത് ദൈവാത്മാവിൽ ഒന്നിച്ചാലോചിച്ചൊരു തീരുമാനമെടുത്തു. സൈന്യത്തിന്റെ മുമ്പിൽ സംഗീതക്കാരെ നിയമിച്ച് അവർ പാടി ആരാധിക്കാൻ തുടങ്ങി. ഇന്നലെ രാത്രിയും ആ വാക്യം വായിച്ചതാണ്. 22-ാമത്തെ വാക്യം വായിക്കും. അവർ പാടി തുടിച്ചു തുടങ്ങിയപ്പോൾ, പാട്ടിന്റെയും സ്തുതിയുടെയും ആരാധനയുടെയും മഹത്വം അറിയാമെങ്കിൽ നാം പാടാതിരിക്കത്തില്ല, നാം സ്തുതിക്കാതിരിക്കത്തില്ല. അവൻ സ്തോത്രം പറ, പാട്, പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് ഓവറായി ദൈവദാസന്മാർ എൻകറേജ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. അവൻ എന്തുകൊണ്ടോ നാം അപ്പോൾ റെബലിയസ് ആകുന്നു, മത്സരികളാകുന്നു, പുറകോട്ട് പോകുന്നു. അവൻ ദൈവദാസന്മാർക്ക് വേണ്ടിയോ അവൻ ദൈവസഭയ്ക്ക് വേണ്ടി അല്ലോ നാം പാടേണ്ടത്, നാം പ്രാർത്ഥിക്കേണ്ടത്, നാം സ്തുതിക്കേണ്ടത്. നിങ്ങൾക്കറിയാമോ, ശത്രു വന്ന് നിൽക്കുമ്പോൾ പഴയ നിയമ ഇസ്രായേലിന് വാളും പരിചയും കുന്തവും വേദം ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ റൈറ്റ് ഉണ്ട്. വാളുകൊണ്ട് ഒരുവനെ വെട്ടിക്കൊല്ലാൻ പഴയ നിയമത്തിൽ പ്രമാണമുണ്ട്. ആ പ്രമാണം ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ തകർക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് അത്രയെന്ന് പൗലോസ് പറയുന്ന പോലെ യഹോശാഫാത്തും കൂട്ടരും യുദ്ധത്തിന് ഉപയോഗിക്കുവാൻ എടുത്ത ആയുധം എന്ന് പറഞ്ഞ് പാടി സ്തുതിച്ച് ആരാധിക്കുകയാണ്. അവർ പാടി സ്തുതിച്ച് തീർന്നപ്പോഴെന്നല്ല, അവരുടെ ആരാധന തീർന്നപ്പോഴെന്നല്ല, അവരുടെ അന്യഭാഷ തീർന്നപ്പോഴെന്നല്ല, അവരുടെ ഉപവാസം തീർന്നപ്പോഴെന്നല്ല, പിന്നെയോ അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവൻ ദൈവം എന്ത് ചെയ്ത് വായിക്കാം. അവൻ ശ്രദ്ധിക്കുക, അവൻ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബിയുടെയും സെയ്യർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി അങ്ങനെ അവർ തോറ്റുപോകുവാനിടയായിട്ടുണ്ട്. എങ്ങനെ ശത്രു തോറ്റും? മിസൈലാക്രമണം കൊണ്ടല്ല, ബോംബാക്രമണം കൊണ്ടല്ല, വാളുകൊണ്ട് വെട്ടിക്കൊന്നതല്ല, കുന്തം കൊണ്ട് മുറിവേൽപ്പിച്ചതല്ല,
അവൻ ശത്രു തോൽക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് ദൈവജനം പാടി ആരാധിച്ചപ്പോഴാണ്. അവൻ ഇന്ന് പകൽക്കാലം ദൈവത്തിനായിരിക്കും ദൈവത്തിന്റെ പൈതല് നിന്നിൽ പാട്ടും ആരാധന ഉയരുമ്പോൾ, നിന്റെ വീടിനകത്ത് പാട്ടും ആരാധന ഉയരുമ്പോൾ, അനേക കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനകളില്ല. അവൻ കുടുംബ പ്രാർത്ഥനകൾ വീടുകളിൽ ഉയരുമ്പോൾ, വീടിനകത്ത് ആരാധന ഉയരുമ്പോൾ, ദൈവ സഭയ്ക്കകത്ത് ആരാധന ഉയരുമ്പോൾ, പാടി സ്തുതിക്കുമ്പോൾ തന്നെ മനുഷ്യർക്കപ്പുറം നിനക്ക് വിരോധമായി ഉണ്ടാക്കി നിന്നെ കവലിക്കുവാൻ ശത്രുവിന്റെ പദ്ധതികളിൽ ദൈവം പതിയിരിക്കുന്നവരെ അയച്ച് ജയം നൽകി നടത്തുന്നവരാണ് അനുഭവിച്ചിട്ടുള്ളത്. ദൈവത്തെ പലപ്പോഴും ഏതെങ്കിലും ഒരു ദൈവവാസം വന്ന് തലേ ദൈവത്തെ വിടുതലുണ്ടാകണം, ആരെങ്കിലും വന്ന് പ്രാർത്ഥിച്ച് വിടുതലുണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. നീ ചെയ്യേണ്ട ഡ്യൂട്ടി നീ ചെയ്തേ പറ്റൂ. എല്ലാ സഹോദരന്മാരും വീടിനകത്ത് കുടുംബ പ്രാർത്ഥന നടത്താൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എല്ലാ വീടിന്റെയും പുരോഹിതന്മാരാണ് ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാര്. കുടുംബമായി പാർക്കുന്ന എല്ലാവരും നിങ്ങൾ എവിടെയായിരുന്നാലും അത് വീടിനകത്ത് കുടുംബാരാധന നടത്തുവാൻ ഉത്തരവാദിത്തം നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. അത് നിങ്ങളതിന് നേതൃത്വം നൽകി പാലിച്ച് ഭാര്യയെ മക്കളെ വിളിച്ച് ഒരുമിച്ച് കൂടി പാടി സ്തുതിക്കുമ്പോൾ, പാടി ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് വിരോധമായി വരുന്ന അന്ധകാരത്തിന്റെ ദോഷങ്ങളുണ്ടാവും. വെറുതെ ഡോക്ടർക്ക് പൈസ കൊടുത്ത് നിങ്ങളുടെ അധ്വാന ഫലം നഷ്ടപ്പെടുത്തരുത്. വീടിനകത്ത് പണം ചോർന്നു പോകുന്ന അനാവശ്യ ചെലവുകൾ കൂലിക്കാരൻ കൂലിയായി ഓട്ടോസഞ്ചിയിൽ ഇടുന്ന പോലെ നന്മകൾ ചോർന്നു പോകുന്ന അനുഭവങ്ങളെ തമ്പുരാൻ ബ്ലോക്ക് ചെയ്യും. പരിഹാരം എന്ന് പറയുന്ന കുടുംബ ആരാധനയാണ്, വ്യക്തിപരമായ ആരാധനയാണ്. അവൻ സഭയിൽ നിന്ന് മൗനമായി ഇരുന്ന് പോയാൽ അവൻ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. പാടുമ്പോൾ പാടുക, പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ആരാധിക്കുമ്പോൾ ആരാധിക്കുക, പാടി തുടിച്ച് ആരാധിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഇവർ യുദ്ധത്തിൽ ജയിച്ചു. സ്തോത്രം. ഇനി പരാക്ക താഴ്വരയുമായിട്ടുള്ള ബന്ധം എന്താണ്? യുദ്ധം ജയിച്ചു. പഴയ നിയമ സിസ്റ്റം അനുസരിച്ച് യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ആര് തോൽക്കുന്നോ അവരിൽ നിന്നും കൊള്ള പങ്കിടുന്ന ഒരു പരിപാടിയുണ്ട്. ശത്രുവിന്റെ കൊള്ള പങ്കിട്ടുകൊണ്ടുപോകും. ഇവർ ആ പ്രമാണം അനുസരിച്ച് ചെയ്തത് ഈ ശത്രുവിന്റെ മോവാബിന്റെയും അമ്മോന്യരുടെയും സെയ്യർ പർവ്വതക്കാരുടെയും കൊള്ള പങ്കിട്ടു. നമുക്ക് വായിക്കാം 25-ാമത്തെ വാക്യം. ശ്രദ്ധിക്കുക. യഹോശാഫാത്തും അവന്റെ പടജനവും യഹോശാഫാത്തും അവന്റെ പടജനവും വന്നപ്പോൾ ശ്രദ്ധിക്കുക, അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി. തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നതിലധികം ഊരിയെടുത്തു. കൊള്ള അധികം ഉണ്ടായിരുന്നുകൊണ്ട് 3 ദിവസം കൊള്ളയിട്ടു. ഓർത്ത് നോക്കിയേ, യുദ്ധത്തിൽ ദൈവം വിജയം നൽകി വാരിക്കോരി കൂട്ടാവുന്നിടത്തോളം എത്രത്തോളം പാക്കറ്റുകൾ ഉണ്ടായിരുന്നു, എത്രത്തോളം ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, എത്രത്തോളം സംവിധാനം ഉണ്ടായിരുന്നു, മുഴുവനും നിറച്ച് കൊള്ളയുടെ അഭിഷേകം. സ്തോത്രം. വസ്ത്രങ്ങള്, വെള്ളി, പൊന്ന് എന്ന് വേണ്ട എന്തെല്ലാം വേണോ അതെല്ലാം കിട്ടി. എന്നാൽ 4-ാമത്തെ ദിവസം ചെയ്തതെന്ന് അറിയാമോ? ഞാൻ ചൂട് വിളിച്ചു പറയുക, ഈ കൊള്ളയെല്ലാം കൂടെ കണ്ട് ഇവരുടെ കണ്ണ് മഞ്ഞടിച്ചു പോയില്ല. അർഹതയില്ലാത്ത ഈ പൊന്നും, അർഹതയില്ലാത്ത വെള്ളിയും, അർഹതയില്ലാത്ത വസ്ത്രവും, അർഹതയില്ലാത്ത വാഹനവും, ഈ നന്മകളെല്ലാം ദൈവം കൊടുത്തപ്പോൾ ഇതെല്ലാം കൂടെ വാരിക്കുട്ടി അവർ അഹങ്കരിച്ചില്ല. ഇതെല്ലാം കൂടെ കണ്ട് അവർ ഞങ്ങളിച്ചില്ല. ഇതെല്ലാം കൂടെ കണ്ട് എളിയവരെ നിന്ദിച്ചില്ല, പാവപ്പെട്ടവരെ പരിഹസിച്ചില്ല, ആമേൻ എളിയവരെ ദുഃഖിപ്പിച്ചില്ല. ഇതെല്ലാം കൂടെ ആമേൻ അവർക്ക് കിട്ടിയപ്പോൾ ഈ കിട്ടിയ സമ്പത്തെല്ലാം കൂടെ ഒരു കല്ലിലേക്ക് മാറ്റി വെച്ചിട്ട് അവർ താഴെ ഒന്നിച്ചുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ഇതാണ് നന്ദിയുടെ ആരാധന എന്ന് പറയുന്നത്. ഇതാണ് താഴ്വരയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തെല്ലാം അനുഗ്രഹം കിട്ടിയെങ്കിലും, എന്തെങ്കിലും സമ്പത്ത് കിട്ടിയിട്ടും, എന്തെല്ലാം നന്മ കിട്ടിയിട്ടും അതൊന്നും കണ്ട് മഞ്ഞളിച്ചു പോയില്ല. വലിയ വലിയ അസ്ത്രങ്ങൾ കയ്യിൽ വാങ്ങിച്ചിട്ട് കണ്ണ് മഞ്ഞളിച്ചു പോകരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ മനസ്സ് വയ്ക്കരുത്. കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. പീഡനത്തിൽ ആശ്രയിക്കരുത്.
തനിക്കുള്ളവയെല്ലാം അക്കരെ കിടത്തിയിട്ട് അവൻ ഏകനായി കടവിൽ മഴ പിടിച്ചതുപോലെ അപ്പം കൊടുത്തതും അമ്മായിപ്പം കൊടുത്തതും അധ്വാനിച്ച് നേടിയതും എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി. എന്നിട്ട് അവൻ പറയാണ്, എനിക്ക് ഒന്നും പോരാ. പിന്നെയോ പറയാ, നീ എന്നെ അനുഗ്രഹിച്ചാൽ എന്നെ വിടുകയില്ല. ഇതെന്താ അനുഗ്രഹം? അപ്പനെ കളിപ്പിച്ചൊന്ന് കിട്ടിയില്ലേ? അമ്മായിപ്പങ്ങളുടെ കൂടെ ജീവിച്ച് വരെ കിട്ടിയില്ലേ? അവൻ 10-14 വർഷം അധ്വാനിച്ച് വന്ന് കിട്ടിയില്ലേ? തന്റെ കയ്യിൽ ഒതുങ്ങുന്ന അപ്പുറം കിട്ടിയില്ലേ? എന്നിട്ടും ദൈവത്തോട് പറയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ എന്നെ വിടുകയില്ല. എന്താ അനുഗ്രഹം? അപ്പനും അമ്മായിയപ്പനും അധ്വാനം കൊണ്ടും നേടിയതെല്ലാം താൽക്കാലികമാണ്. എനിക്കതൊന്നും വേണ്ട, എനിക്ക് നിത്യമായി ഒന്ന് വേണമെന്ന് പറഞ്ഞ് മരുന്ന് പിടിച്ച യാത്ര വേണ്ടത്. താഴ്വരയുടെ അനുഭവത്തിൽ ഒരുമിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുന്നത്. അവരെല്ലാം കൂടെ എങ്ങോട്ടാ പോയെന്നറിയാമോ? സ്വന്തം ഏത് ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് അവർ പോയത്. എവിടെ കൊണ്ടുപോയി കുടിച്ചിടാമെന്ന് ഉദ്ദേശിച്ചല്ല. ആർക്കൊക്കെ വേണ്ടി മാറ്റിവെക്കാവുന്നതല്ല. ഈ കോള എന്ത് ചെയ്തെന്ന് പോലെ എഴുതിയിട്ടില്ല. അവരെല്ലാം കൂടെ ദൈവാലയത്തിലേക്ക് പോയി. അവർ സന്തോഷത്തോടെ എങ്ങോട്ട് പോകണം? യെരൂശലേമിൽ അവിടെ ദൈവാലയം, ദൈവത്തെ ആരാധിക്കാൻ സഭയിലേക്ക് പോയി. ശ്രദ്ധിക്കുക, അവരുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ റെയിൽവേന്റെ സൂട്ട്, വേറൊരാളുടെ കയ്യിൽ ഐപോഡ്, വേറൊരാളുടെ കയ്യിൽ ഐഫോണ്, ഇതെല്ലാം കൂടെ പിടിച്ച് വഴിയിൽ വെക്കാൻ സ്ഥലമില്ലാതെ പോയെന്നു. ഇതെല്ലാം പിടിക്കുന്നത് മേടിക്കാനും വയ്യ, പാടാനും വയ്യ, തുണിയിട്ടേക്കുന്നോണ്ട് വിയർക്കുന്നെന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നില്ല. ഫെസിലിറ്റികളും സൗകര്യങ്ങളും എല്ലാം കൂടിയതിനനുസരിച്ച് ഇതെല്ലാം പാടാനും വരുവാണല്ലോ. പണ്ട് അമ്മച്ചി ഉപജീവനമാർഗത്തിന് വേണ്ടി കഷ്ടപ്പെട്ട നാട്ടിലെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചൊരു പശുവിനെ വെച്ചു. മറ്റെല്ലാ യോഗത്തിനും മടങ്ങാതെ ആദ്യം വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന വിളിച്ചിരുന്ന ആളെ പശുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴേ അമ്മയ്ക്കൊന്ന് പുറകോട്ടായി. വാസ്തു പിടിച്ച് ചോദിച്ചു. വാസ്തു ചോദിക്കുന്ന പറയുന്ന ആർക്കും ഇഷ്ടപ്പെടുകയല്ലോ. എന്നാലും വാസ്തു ഉത്തരവാദിത്തമാണ് വാസ്തു വിളിച്ചു. അമ്മയ്ക്ക് എന്താ പറ്റി? ഇപ്പൊ യോഗത്തിനൊന്നും കാണാനില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ ഗോപുരമല്ലേക്ക് പറഞ്ഞിരുന്നാണ്, എനിക്ക് പശുവിന് പുല്ല് വയ്ക്കണം, അതിനെ കുളിപ്പിക്കണം, അതിന്റെ പാലെടുക്കണം, അത് കൊടുത്ത് കാശ് മേടിക്കണം, പിന്നെ പിള്ളേർക്ക് പുള്ളിയെ കൂടി മേടിക്കണം, എന്തെല്ലാം നഷ്ടപ്പെടണം. അവസാനം ആ വാസ്തു സഭയോടെ വീണ്ടും പ്രാർത്ഥിച്ചു. ആ പശു തത്തു. അമ്മയ്ക്ക് പഴയതുപോലെ ആമേ സാധൂത്ത് വായിച്ച് യോജിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആമേ തിരിച്ച് പ്രാർത്ഥിപ്പിക്കാൻ ഇടയായാലും ആമേ ദൈവം തന്ന ഓരോ അനുഗ്രഹങ്ങളും അതിന്റെ ആരാധനയ്ക്ക് തടസ്സമാകും. അവരുടെ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ആമേ തലയിലും കയ്യിലും തോളയിലും ചുമക്കാമെന്ന് അധികം കിട്ടി. പക്ഷെ ഇപ്പൊ അവരെ കയ്യിലിരിക്കുന്ന എന്തുവാ? വീണകൾ, കിന്നരങ്ങള്, കാഹളങ്ങളോടും കൂടെ യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. അതാണ് നന്ദിയുള്ള ഒരു ഹൃദയം എന്ന് പറയുന്നത്. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അവൻ പ്രാർത്ഥിച്ചു, പാടി, കരഞ്ഞു, ഉപവസിച്ചു. അവൻ ആരൊക്കെ കണ്ണുനീരൊഴുക്കി എന്ന് മാത്രം പ്രാർത്ഥനയും കണ്ണുനീരും ഉണ്ടായില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ നിലയിലുണ്ടെങ്കിലറിയോ? അവൻ 18 വർഷം എത്ര പേരെ പ്രാർത്ഥിച്ച് ഗൾഫിട്ട് ആയിരിക്കുന്നറിയോ? ഒരു ഇന്റർവ്യൂവിന് പോകാനായിട്ടുള്ള ഇന്റർവ്യൂവിൽ കയറാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കണം, കയറണം. 15 പേരുണ്ട്, 2 വേക്കൻസിയുണ്ട്. അവർക്ക് കാശ് കൊടുക്കാൻ പോകുമ്പോൾ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്റെ കണ്ടുകൊണ്ട് പോലും അതിനും പോകണം. എന്തുമാത്രം പാടുപെട്ട എത്ര മാതാപിതാക്കൾ കരഞ്ഞ എത്ര പേര് പാസ്പോർട്ട് പറഞ്ഞെങ്കിൽ കുഞ്ഞ് അക്കടിക്കുന്ന പോട്ട് പാസ്പോർട്ട് എന്നിട്ട് വേണം നമുക്കൊന്ന് ഓർമ്മ പറയാൻ. ഇപ്പൊ അപ്പന് പോലെയും മോനെ കിട്ടുന്നില്ല.